ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. വീഡിയോ ഒക്കെ കിടക്കുന്നതിൻ്റെ മുന്നേ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. സൗദി പ്രോ ലീഗിൽ അൽ നസർ വേഴ്സസ് അൽ ഖലീജ് ആയിരുന്നു മാച്ച്. അൽ അവൽ പാർക്ക് സ്റ്റേഡിയത്തിലായിരുന്നു കളി നടന്നിരുന്നത്. പിന്നെ നമ്മൾ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ അൽ നസറിന് 4-4-2 എന്ന ഫോർമേഷനും അൽ ഖലീജിന് 4-3-3 എന്ന ഫോർമേഷനുമായിരുന്നു. നമ്മൾ സ്റ്റാർട്ടിംഗ് 11 നോക്കുകയാണെങ്കിൽ അൽ നസറിൽ ഗോൾ കീപ്പറായി നവാഫ് അൽ അക്കീദിയും ഡിഫൻഡേഴ്സ് സുൽത്താൻ അൽ ഖനമും മുഹമ്മദ് സീമാഖാനും ഇനീഗോ മാർട്ടിനസും ഐമൻ യഹിയയും, മിഡ്ഫീൽഡറിൽ സാഡിയോ മാനെ, മാർസലോ ബ്രോസോവിച്ച്, ഏഞ്ചലോ ഗബ്രിയൽ, വെസ്ലി ഗസോവ. ആൻഡ് ഫോർവേഡ് നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ജോവോ ഫെലിക്സ്. ഇനി അൽ ഖലീജിൻ്റെ സ്റ്റാർട്ടിംഗ് 11 നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ ആൻ്റണി മോറിസ്, ഡിഫൻഡേഴ്സ് സയ്യിദ് അൽ ഹംസൽ, മുഹമ്മദ് അൽ ഹബ്രാനി, ബാട്ട് ഷെങ്കിവേൾഡ്, പിന്നെ പെഡ്രോ റെബോച്ചോ. മിഡ്ഫീൽഡർ നോക്കുകയാണെങ്കിൽ മൻസൂർ ഹംസി, മുറാദ് അൽ ഹൗസാവി, ഡിമിട്രിയോസ് അബ്ദുള്ള അൽ അംറി. ഫോർവേഡ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റാന്റിനോസും ജിയോർജിസുമായിരുന്നു. കളിയുടെ 5-ാം മിനിറ്റിൽ റൊണാൾഡോക്ക് ഒരു ചാൻസ് കിട്ടുന്നുണ്ട്, പക്ഷെ നിർഭാഗ്യവശാൽ റൊണാൾഡോ അത് പുറത്തേക്ക് അടിക്കണം. 13-ാം മിനിറ്റ് ജോ ഫെലിക്സ് ഒരു ഗോൾ അടിക്കുന്നുണ്ട്, പക്ഷെ അത് ഓഫ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഡിസലോ ചെയ്യുന്നുണ്ട്. 35-ാം മിനിറ്റ് ജോ ഫെലിക്സ് വീണ്ടും ഗോൾ അടിച്ചു, പക്ഷേ ബ്രോസോവിച്ച് ഹാൻഡ് ചെയ്തതിനാൽ ആ ഗോൾ ഡിസലോ ചെയ്തു. 39-ാം മിനിറ്റ് ജോ ഫെലിക്സ് ഗോൾ അടിച്ചു ഗബ്രിയലിൻ്റെ അസിസ്റ്റിൽ. പിന്നെ 42-ാം മിനിറ്റ് ജോ ഫെലിക്സിൻ്റെ അസിസ്റ്റിൽ വെസ്ലി ഗോൾ അടിച്ചു. 47-ാം മിനിറ്റിൽ ഫോർട്ടോനസിൻ്റെ അസിസ്റ്റിൽ മുറാദ് അൽ ഹൗസാവി ഗോൾ അടിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം റൊണാൾഡോക്ക് കുറേ ചാൻസ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഗോളാക്കാൻ പറ്റണില്ല. 96-ാം മിനിറ്റിൽ റൊണാൾഡോ ഒരു അടിപൊളി ബൈസൈക്കിൾ ഗോൾ അടിച്ചു. അതൊരു അടിപൊളി ഗോളായിരുന്നു. പുസ്കാസ് അവാർഡ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. 4-1 എന്ന സ്കോറിലാണ് കളി അവസാനിച്ചത്. അപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ വീഡിയോ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്തോളൂ, ഞാനത് ഇടാം. അൽ നസർ 17 ഷോട്ടും അൽ ഖലീജ് 8 ഷോട്ടും ആയിരുന്നു അടിച്ചിരുന്നത്. അപ്പോൾ കളിക്ക് ശേഷം അൽ നസർ 1-ാം സ്ഥാനത്തും അൽ ഖലീജ് 6-ാം സ്ഥാനത്തും ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.